ഹിന്ദുരക്ഷാ മമാദീക്ഷ. നമ്മുടെ കേരളത്തിൽ ഇന്ന് കാണുന്ന മാറ്റം എന്ന് പറയുന്നത്, ആ മാറ്റത്തിന് ചരിത്രം പറയുമ്പോൾ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പറയും ഞങ്ങൾ ഉണ്ടാക്കിയ മാറ്റമാണ്, ഈ കേരളത്തിന്റെ പുരോഗമനം, ഇത് കേരളമാണ് എന്നുള്ള ഒരു അവകാശവാദമൊക്കെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ യഥാർത്ഥ വസ്തുത നമുക്കെല്ലാവർക്കും അറിയാം. കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്ന സമയത്ത് തന്നെ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സാമൂഹ്യ പുരോഗതിയുടെ എല്ലാ മേഖലയിലും കേരളം ഒന്നാമതായിരുന്നു. കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ പോലും, അത് ആരോഗ്യ രംഗത്താകട്ടെ, വിദ്യാഭ്യാസ രംഗത്താകട്ടെ, എല്ലാ മേഖലയിലും, തൊഴിൽ രംഗത്താകട്ടെ, എല്ലാ മേഖലയിലും കേരളം ഒന്നാമതായിരുന്നു. അങ്ങനെ കേരളം ഒന്നാമതാവാൻ കാരണം എന്താണ്? സ്വാഭാവികമായിട്ടും നിലവിലുള്ള വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല എന്ന് നമുക്ക് മനസ്സിലാവും. കേരളം രൂപപ്പെടുമ്പോൾ അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശൈശവദശയിലാണ്. അപ്പൊ അതിന്റെ കാരണം എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ കാരണം എന്ന് പറയുന്നത് ആ സാമൂഹ്യ പുരോഗതിക്ക്, സാമൂഹ്യ നവോത്ഥാനത്തിന്, സാമൂഹ്യ മുന്നേറ്റത്തിന്റെ ചാലക ശക്തിയായി പ്രവർത്തിച്ചിരുന്ന നേതാക്കന്മാരാണ്, ആചാര്യന്മാരാണ്, സാമൂഹ്യ പരിഷ്കർത്താക്കളാണ്, നവോത്ഥാന നായകന്മാരാണ്. അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളത്തെ കുറിച്ച് പറയുമ്പോൾ മുഴുവൻ ഭാരതത്തിനും മുഴുവൻ ലോകത്തിനും മാർഗദർശനം നൽകാൻ കഴിയുന്ന തരത്തിലുള്ള സാമൂഹ്യ മുന്നേറ്റത്തിന്റെ ചാലക ശക്തിയായി പ്രവർത്തിക്കാൻ നേതൃത്വം കൊടുത്ത കേരളത്തിന്റെ ഗുരു, ലോകത്തിന്റെ ഗുരു, കേരളത്തിന്റെ ഗുരു എന്ന് മാത്രം പറഞ്ഞ ലോകത്തിന്റെ ഗുരുസ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തി, ഈ സാമൂഹ്യ മുന്നേറ്റത്തിന്റെ മുഴുവൻ ചാലക ശക്തിയായി പ്രവർത്തിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് പരമഗുരുവായിട്ടുള്ള, പരമകാരുണികനായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവനാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. നാരായണ ഗുരുദേവൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ കേരളം എന്താകുമായിരുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിൽ. ഇപ്പോൾ നാരായണ ഗുരുദേവന്റെ ആദർശത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് ഒരുപാട് ചർച്ചകൾ നടത്തുമ്പോൾ ഗുരുവിന്റെ ആദർശം, ഗുരു ഉന്നയിച്ച കാലഘട്ടത്തിൽ നിന്നും നമ്മളിപ്പോ മുന്നോട്ടാണോ പുറകോട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ആശങ്ക നമ്മളെ ഭയപ്പെടുത്തുക. അത് മദ്യോപഭോഗത്തിന്റെ കാര്യത്തിലാകട്ടെ, ജാതി എന്നുള്ള വിദ്വേഷാത്മകമായ പ്രചരണത്തിന്റെ കാര്യത്തിലാകട്ടെ, മതഭേദങ്ങളുടെ കാര്യത്തിലാകട്ടെ, മതവിദ്വേഷത്തിന്റെ കാര്യത്തിലാകട്ടെ, ഈ മേഖലകളിലൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഗുരുദേവൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ഗുരുദേവൻ വരുത്തിയ മാറ്റങ്ങൾ, സാമൂഹ്യ പരിവർത്തനത്തിന് ഗുരുദേവൻ നമ്മളോട് നിർദ്ദേശിച്ച കാര്യങ്ങൾ, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമൂഹം, ആ സമൂഹം മുന്നോട്ടാണോ പോയത്, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നാം പിന്നോട്ടാണോ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു സന്ദർഭം വന്നു ചേർന്നിരിക്കുകയാണ്. ഗുരുദേവനെ പോലും അപകീർത്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ പറയുകയുണ്ടായി, ഗുരുദേവൻ ഒരു ഹിന്ദുവല്ല എന്ന് വരെ പറയുന്ന ഒരു സാഹചര്യം. ഒരു ഹിന്ദുവല്ല, അതിനപ്പുറം ഒരു ഹിന്ദു സന്യാസിയല്ല, സനാതന ധർമ്മത്തിന് നേരെ വിപരീത സ്ഥാനത്ത് നിന്ന ഒരാളാണ് ഗുരുദേവൻ എന്നൊക്കെ പറയാൻ ചങ്കൂറ്റമുണ്ടാകുന്നതിന്റെ കാരണം സുമറഴിക്കോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എഴുതിയിട്ടുള്ള ആമുഖത്തിൽ, അതായത് ഗുരുദേവൻ ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന പുസ്തകത്തിന് ആമുഖം എഴുതി അവതാരിക എഴുതിയ സുമറഴിക്കോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു വേണമെങ്കിൽ ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഗുരുദേവനെ അവനവന്റെ ആശയത്തിനനുസരിച്ച് വലിച്ചു നീട്ടരുത്. പ്രൊക്രസ്റ്റീസിന്റെ കഥയിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മള് വയലാറിന്റെ ഗീതമൊക്കെ കേട്ട് പ്രൊക്രസ്റ്റീസിനെ കുറിച്ച്, അതായത് അവനവന്റെ കട്ടിലിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് അവനവന്റെ ആശയത്തിനനുസരിച്ച് വലിച്ചു നീട്ടുകയോ മറ്റേ വെട്ടിച്ചുരുക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഇതെല്ലാവരും ചെയ്യുകയാണ്. ഗുരുദേവനെ തങ്ങളുടെ ആശയത്തിനനുസരിച്ച് വലിച്ചു നീട്ടുകയും വെട്ടിച്ചുരുക്കുകയും ചെയ്യുന്ന സ്ഥിതി. ഗുരുദേവൻ സനാതന ധർമ്മിയല്ലെന്നൊക്കെ പറയുന്നു. 1927 ഗുരുദേവൻ നടത്തിയ അവസാനത്തെ പ്രസംഗം വള്ളാത്തുരുത്തിയിലെ പ്രസംഗമാണ്. വള്ളാത്തുരുത്തിയിൽ അതൊരു ശിലാഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഗുരുദേവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ ഓരോ വാക്കും മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം സനാതന ധർമ്മമാണ്, സനാതന ധർമ്മത്തിന്റെ ഭാഗമാണ് എന്ന് ഒരു സംശയവും കൂടാതെ പറഞ്ഞിട്ടുള്ള ഗുരുദേവൻ അതങ്ങനെ തന്നെ ശിലാഫലകത്തിൽ വെച്ച് ആ ഗുരുദേവന്റെ സനാതന ധർമ്മില്ലെന്ന് പറയുന്നു. ഇത് ആസൂത്രിതമാണ്. സനാതന ധർമ്മത്തിൽ ഇത്തരത്തിലുള്ള ആളുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം സനാതന ധർമ്മം വർഗീയമാണ്, സനാതന ധർമ്മം മതേതര വിരുദ്ധമാണ്. അതിനെ ഇല്ലാതാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടിതമായ ചില ശ്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നു വരികയാണ്. അപ്പൊ ഗുരുദേവൻ പ്രവർത്തിച്ചത് സനാതന ധർമ്മത്തിൽ മുന്നിക്കൊണ്ടാണ് എന്ന് ഉള്ള സത്യം മറച്ചു വെച്ചുകൊണ്ട് ഗുരുദേവനെ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുകയാണ്. ഗുരുദേവന്റെ പേര് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ, ബാക്കി ഗുരുദേവന്റെ ആശയങ്ങൾക്ക് എതിരായി. അതുകൊണ്ട് 11 മണി വരെ ബാർ തുറക്കാൻ ഒരു കുഴപ്പമില്ല. കേരളത്തിൽ 11 മണി വരെ ബാർ തുറക്കാം, എന്നിട്ട് ഗുരുദേവന്റെ ആശയം പ്രചരിപ്പിക്കും. ജാതിയുടെ പേരിൽ വിദ്വേഷം ഉണ്ടാക്കാം, ജാതി പറയാം. ഗുരുദേവൻ ജാതി ഇല്ലാതാക്കാൻ, ജാതി ഭേദം ഇല്ലാതാക്കാൻ ഗുരുദേവൻ നമ്മളോട് ഉപദേശിച്ചത് എന്തായിരുന്നു? ജാതി ചോദിക്കരുത്, പറയരുത്, ജാതി ചിന്തിക്കരുത് എന്നായിരുന്നു. ജാതി ചിന്തിക്കരുത്, ജാതി ചോദിക്കരുത്, ജാതി പറയരുത് എന്ന് പറയുന്ന ആ ഗുരുദേവന്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഗുരുദേവന്റെ ആ സന്ദേശം ഉൾക്കൊള്ളുന്ന കേരളീയ സമൂഹത്തിൽ ജാതി പറഞ്ഞ് ഹിന്ദു സമൂഹത്തെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നു. അവരതേ ശ്വാസത്തിൽ പറയും മതവിദ്വേഷം ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങൾ മതം പറയരുത്, മതത്തിന്റെ പേരിൽ നിങ്ങൾ മറ്റുള്ളവരെ അപരവൽക്കരിക്കരുത് എന്നൊക്കെ പറയും. എന്നാൽ ഇതേ ആളുകൾ ജാതി പറഞ്ഞ് വിഭാഗങ്ങളെ, സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്നതിൽ അവർക്ക് യാതൊരു വിഷമമില്ല. അപ്പൊ ജാതി വിദ്വേഷം ഉണ്ടാക്കുന്നു. അവര് തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോ അത് വെള്ളാപ്പള്ളി നടേശനാകട്ടെ, തുഷാർ വെള്ളാപ്പള്ളി ആകട്ടെ, മറ്റേ സുകുമാരൻ നായരാകട്ടെ, ഹിന്ദു സംഘടനകളുടെ ഏതെങ്കിലും നേതാക്കന്മാരാകട്ടെ, അവരൊക്കെ വർഗീയവാദികളാണ്. അതുകൊണ്ടിപ്പോ ഇന്നലെ മലപ്പുറത്തെ ഒരു പാർട്ടിയുടെ നേതാവ്, മലപ്പുറത്തെ പാർട്ടി ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, പേരൊന്നും പറയേണ്ട കാര്യമില്ല, നേതാവ് പറഞ്ഞു ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വെള്ളാപ്പള്ളിയെ പിടിച്ചു നിൽക്കുന്നത് പറഞ്ഞു. വെള്ളാപ്പള്ളിക്ക് വർഗീയ ഭ്രാന്താണ്. വെള്ളാപ്പള്ളിയുടെ വർഗീയ ഭ്രാന്തിന്റെ കാര്യം എന്താണെന്നറിയോ? വെള്ളാപ്പള്ളിയുടെ വർഗീയ ഭ്രാന്തിന്റെ കാര്യം വർഗീയ ഭ്രാന്താണ് വെള്ളാപ്പള്ളിക്ക് എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? മറ്റൊന്നുമല്ല, ഹിന്ദുവിന്റെ അവകാശങ്ങൾ, പ്രത്യേകിച്ച് SNDP സമുദായത്തിന് മലബാർ മേഖലയിലുള്ള അവഗണനയുടെ എണ്ണമിട്ട് ഓരോന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ചൂണ്ടിക്കാണിക്കുന്നതിനെയാണ് വർഗീയത എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് അവകാശമുണ്ട്, ഞങ്ങളുടെ അവകാശം തരണം എന്ന് പറഞ്ഞാൽ അത് വർഗീയതയാണ്. എനിക്ക് ഇത്തരം ആളുകളോട് പറയാനുള്ളത്, സ്വപ്നം ആർക്കും കാണാം, അത് തെറ്റൊന്നുമില്ല. വെള്ളാപ്പള്ളി നടേശനെ പിടിച്ചു കെട്ടും, സുകുമാരൻ നായരെ ജയിലിലടക്കും, പുന്നല ശ്രീകുമാറിനെ ചെങ്ങലക്കിടും, ശശികല ടീച്ചറെ അങ്ങ് വീഴും എന്നൊക്കെ പറയാൻ എല്ലാവർക്കും അവകാശമൊക്കെ ഉണ്ട്. അങ്ങനെ സ്വപ്നം കാണാം. അങ്ങനെ സ്വപ്നം കണ്ടവരൊന്നും തന്നെ ചരിത്രത്തിൽ സ്ഥാനമില്ലാത്തവരായി മാറിയിട്ടുണ്ട് എന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവർക്കൊന്നും ചരിത്രത്തിൽ സ്ഥാനം ഉണ്ടായിട്ടില്ല. നോക്കൂ, എത്ര വലിയ തരത്തിലുള്ള വിദ്വേഷാത്മകമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനോട് മൗനം നടിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പലപ്പോഴും ഇത്തരം ആളുകൾ. ഇപ്പൊ എഴുത്തച്ഛൻ ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഒരു മതസമൂഹത്തിന്റെ ഔദ്യോഗിക പത്രത്തിൽ അച്ചടിച്ചിരുന്ന ലേഖനത്തിലാണ് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും സാംസ്കാരിക നായകർ, ബുദ്ധിജീവികൾ പ്രതികരിച്ചത് നമ്മൾ കണ്ടോ? ആരെങ്കിലും പ്രതികരിച്ചത് കണ്ടോ? നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് തിരൂര് ഒരു മലയാള സർവകലാശാലയുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് തിരൂര്, അദ്ദേഹം ജനിച്ച നാട്ടിൽ മലയാള സർവകലാശാല ആരംഭിച്ചത്. ആ തുഞ്ചത്ത് എഴുത്തച്ഛൻ രാമായണം, അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതിയ, ഭാഗവതം കിളിപ്പാട്ട് എഴുതിയ, ഹരിനാമ കീർത്തനം എഴുതിയ എഴുത്തച്ഛൻ ജീവിച്ചിരുന്നില്ല എന്ന് പറയാൻ തന്റെ ഇടമുള്ള, മലയാള ഭാഷയെ വളർത്തിയത് എഴുത്തച്ഛനല്ല, ഏതോ അർണോസ് പാദ്രിയാണ് എന്ന് പറയാൻ ധൈര്യപ്പെടുന്ന സാഹചര്യം കേരളത്തിൽ രൂപപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനോട് മൗനം നടിക്കുന്നു നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക നേതൃത്വം എന്ന് പറയുമ്പോൾ അതിനെ തീർത്തും നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. നിസ്സാരമായിട്ട് കാണേണ്ടതാണോ? ഇക്കഴിഞ്ഞ വിഷു നമ്മൾ കടന്നുപോയിരുന്നു. നമ്മളൊരു മതസമൂഹത്തിന്റെയും വിശ്വാസങ്ങളെ ധ്വംസിക്കാനോ വ്രണപ്പെടുത്താനോ
പോകുന്ന ഒരു സമൂഹമല്ല. കാരണം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു സമൂഹമാണ്. പക്ഷെ നമ്മളെന്താ കണ്ടത്? വിഷു ആശംസയുടെ പേരിൽ ഇറങ്ങിയ ആശംസാ കാർഡുകൾ, ആശംസാ പോസ്റ്ററുകൾ എല്ലാം ഏത് തരത്തിലുള്ളതായിരുന്നു? ശ്രീകൃഷ്ണന്റെ മുൻപിൽ കുഴിമന്തി, കോഴിയുടെ കുഴിമന്തി വെച്ചുകൊണ്ടുള്ള വിഷു ആശംസാ കാർഡുകൾ സംസ്ഥാനത്ത് ഒരേ പാറ്റേണിൽ പല ഭാഗത്ത് ഇറങ്ങി. ഒരു ഹോട്ടലിൽ സംഭവിച്ചതല്ല, ഒരു സ്ഥാപനത്തിൽ സംഭവിച്ചതല്ല. വിഷുക്കണിയിൽ ചെരുപ്പ് വയ്ക്കുന്നു, എറണാകുളത്തെ ഒരു സ്ഥാപനം വിഷുക്കണിയിൽ ചെരുപ്പ് വെച്ചുകൊണ്ട് അവരുടെ പരസ്യം നടത്തുന്നു. ഇത് തെറ്റായി പോയി, ഇത് തെറ്റാണ് എന്ന് പറയാൻ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ ഇത് തെറ്റാണ്, ഈ പ്രവണതയെ അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് പറയാൻ നമ്മുടെ നാട്ടില് ഏതെങ്കിലും സാംസ്കാരിക നേതാക്കന്മാരെ, രാഷ്ട്രീയ നേതാക്കന്മാർ തയ്യാറായോ? എന്തുകൊണ്ടാണ്? അപ്പൊ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇവിടെ വർഗീയമാണ്, മറ്റുള്ളതൊക്കെയാണ് മതേതര വോട്ട്. അതുകൊണ്ട് ഹിന്ദു വോട്ട് എന്ന് പറയാൻ പാടില്ല. ഹിന്ദു വോട്ട് എന്ന് പറഞ്ഞാൽ വർഗീയ വോട്ടാണത്. ഹിന്ദു വോട്ട് വർഗീയ വോട്ട്, മറ്റു വോട്ടുകളൊക്കെ മതേതര വോട്ട്. ഇങ്ങനൊരു താതാത്മ്യത്തിലേക്ക് കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം ഈ തരം കാര്യങ്ങൾക്കൊക്കെ മറുപടി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ SNDP യോഗം എന്നുള്ള നിലയ്ക്ക് ഒരുമിച്ച് നിൽക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ ഹിന്ദു സമൂഹം ജാതിക്ക് അതീതമായി ഒരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യമാണ്. നാരായണ ഗുരുദേവൻ നമ്മളോട് പറഞ്ഞത് അതാണ്, ചട്ടമ്പിസ്വാമികൾ നമ്മളോട് പറഞ്ഞത് അതാണ്, മഹാത്മാ അയ്യങ്കാളി പറഞ്ഞതായിരുന്നു. ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളെല്ലാം പ്രവർത്തിച്ചത് സനാതന ധർമ്മത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ്. മഹാത്മാ അയ്യങ്കാളിയെ മതം മാറ്റാൻ ശ്രമിച്ചപ്പോൾ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ പ്രമേയം അവതരിപ്പിച്ചതും ഒക്കെ മതം മാറ്റത്തിനെതിരായിട്ടായിരുന്നു, തന്റെ സമുദായത്തെ മതം മാറ്റുന്നതിനെതിരായിട്ടായിരുന്നു. ചരിത്രത്തിന്റെ ഭാഗമാണത്, ചരിത്രത്തിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയണം. ആ മുദ്രാവാക്യം ഇന്നും ചങ്കുറപ്പോടെ പറയാൻ തയ്യാറുള്ള കേരളത്തിലെ ഏക സാമുദായിക നേതാവ് നമ്പൂതിരി മുതൽ നായാടി വരെ ഒരുമിച്ച് നിൽക്കണം എന്ന് ഇന്നും അവസാനത്തെ ശ്വാസം വരെ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാമുദായിക നേതാവ് വെള്ളാപ്പള്ളി നടേശനാണ് എന്ന് അഭിമാനത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് പറയുമ്പോൾ അത് വർഗീയതയാണ് എന്ന് മുദ്ര കുത്തിയിട്ട് കാര്യമില്ല. അതിനെ അവഹേളിച്ച് തള്ളിയാനൊന്നും ആർക്കും അതിനെ ഇല്ലാതാക്കാൻ സാധ്യമല്ല. വേറൊരു അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ അടുത്ത കാലത്തൊരു മാധ്യമ പ്രവർത്തകൻ അതൊക്കെ വെള്ളാപ്പള്ളി നടേശന്റെ പേര് കേൾക്കുമ്പോൾ ഈ ചതുർത്ഥിയാണ് എന്തോ. അതേ ആളുകൾ മറ്റു മതസമൂഹങ്ങളുടെ, ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല ഈ സദസ്സായതുകൊണ്ട്, എനിക്ക് പറയാൻ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്കറിയാം, അത്തരം സംഘടനകൾ, അത്തരം പ്രസ്ഥാനങ്ങൾ, അവരുടെയൊക്കെ തോളിൽ കൈയിട്ട് നടക്കാൻ അവർക്കൊന്നും യാതൊരു വിഷമില്ല. അവരൊക്കെ സ്വർഗീയവാസികൾ. ആ മാധ്യമപ്രവർത്തകൻ പറയുകയാണ്, കേരളത്തിൽ അമ്മമാർ ക്ഷേത്രങ്ങളിൽ പോകുന്നു, അമ്മമാർ ക്ഷേത്രങ്ങളിൽ പോകുന്നു, ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരവിടെ തളർത്തപ്പെടുകയാണ്. അവർക്കവിടെ ഭക്ഷണമൊക്കെ കൊടുത്ത് അമ്മമാര് ക്ഷേത്രങ്ങളിൽ പോകുന്നു. അവർ ക്ഷേത്രങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തുന്നു. ഇത് ആസൂത്രിതമായ അജണ്ടയാണ്. ആരാ പറയുന്നു? കേരളത്തിലെ ഒരു വിഖ്യാതനായ മാധ്യമ പ്രവർത്തകനാണ്. ഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ പോകുന്നതിൽ ആശങ്കപ്പെടുന്ന, ഹിന്ദുക്കൾ കുംഭമേളയ്ക്ക് പോയാൽ അതിൽ ആശങ്കപ്പെടുന്ന മാധ്യമ പ്രവർത്തകർ. സനാതനധർമ്മം ഒരു വ്യാധിയാണ്, പകർച്ചവ്യാധിയാണ് എന്ന് രേഖപ്പെടുത്തിയ ഡോക്ടർ അംബേദ്കറിന്റെ നാട്ടിൽ ഞാൻ ജീവിക്കുകയാണ് എന്ന് ഫേസ്ബുക്കിൽ എഴുതി വെച്ച മാധ്യമ പ്രവർത്തകൻ. അവരൊക്കെ നമ്മുടെ നാട്ടിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ പേരിൽ ആരെയാണ് ആക്രമിക്കുന്നത്? അവർക്കാർക്കും മറ്റു മതസമൂഹങ്ങളുടെ കാര്യത്തിൽ തൊടാൻ കഴിയില്ല. ഞാൻ അവരെ തുടർന്നൊന്നും പറയുന്ന ഒരാളല്ല, അങ്ങനെ തുടരേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ആരാധന, നമ്മുടെ ക്ഷേത്രങ്ങൾ, ശബരിമലയുടെ കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. ആര് കട്ടു, ആര് കൊണ്ടുപോയി എന്നുള്ളതല്ല, ക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യല്ലേ. പരസ്പരം അവര് കട്ടു, അവരെ ഇരുന്നപ്പോഴും ഇവര് കട്ടു എന്നൊക്കെയാണ്. ആര് കട്ടു എന്നുള്ളതല്ല,
ആര് കെട്ടതായാലും ക്ഷേത്രങ്ങളുടെ ഭൂമി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വൈക്കത്തത് തന്നെ ഒരാൾ കാണാൻ പറ്റും. നിങ്ങൾക്കറിയോ 11.65 ഏക്കർ ഭൂമിയാണ് വൈക്കം ക്ഷേത്രം. വൈക്കം വളരെ സാമൂഹ്യമായ സമരങ്ങൾക്ക് മുന്നേറ്റങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാണ്. ആ 11.65 ഏക്കർ ഭൂമി ഡിജിറ്റൽ സർവേ കഴിഞ്ഞപ്പോൾ വൈക്കം ക്ഷേത്രം അടക്കം ഇരിക്കുന്ന 11.65 ഭൂമി ഏക്കർ ഭൂമി പുറമ്പോക്കാണ്. വൈക്കത്തപ്പണി ഇരിക്കുന്നത് ഇപ്പൊ സർക്കാർ പുറമ്പോക്ക് ഭൂമിയാണ്. സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ ആർക്കാണ് ഇതിനെക്കുറിച്ച് വിഷമുള്ളത്? ക്ഷേത്രഭൂമിയൊന്നും ആരുടെയും ഔദാര്യം കിട്ടിയതല്ല. ക്ഷേത്രഭൂമികൾ ഒരു സമയത്ത് സർക്കാർ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ചരിത്രം വേറെ. ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമുക്ക് നമ്മുടെ ഒരു വേദനയായിട്ടുണ്ടായി. ഒപ്പം തന്നെ ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ച ഒരു ആശയത്തിന് പ്രസക്തിയുണ്ട്. കരിയും കരിമരുന്നും തൃശ്ശൂരെ സംബന്ധിച്ച് നമുക്കറിയാം. ഗുരുദേവൻ അന്ന് പറഞ്ഞത് അപകടത്തെ മുൻനിർത്തിയായിട്ടായിരുന്നില്ല. ഗുരുദേവൻ അത് പറഞ്ഞത് കരിയും കരിമരുന്നും എന്ന് പറഞ്ഞത് സാമ്പത്തികമായ ദുർവ്യയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഗുരുദേവൻ മാത്രമല്ല, മന്നത്ത് പത്മനാഭൻ അത് പറഞ്ഞിട്ടുണ്ട്, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കാലോചിതമായി നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെ ദുർവ്യയം അവസാനിപ്പിക്കാൻ തക്ക രീതിയിൽ നമുക്ക് സാധിക്കും? ഗുരുദേവൻ പറഞ്ഞ ആശയത്തെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ ഈ പരിവർത്തനം വരുത്താൻ സാധിക്കുമെന്ന് ഹിന്ദു സമൂഹം ചിന്തിക്കേണ്ടതുണ്ട്. ഹിന്ദു രക്ഷാ